എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് നോക്കാം മൂവിങ് ഓണിനെ പറ്റി. നോക്കിയിട്ട് ഒരുപാട് നാളായി അല്ലേ? ഇപ്പോൾ കാരണം ഹ്യൂമൻ എനർജീസാണ്, എപ്പോഴും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകും എന്നവരെ അറിയിച്ചാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? നിങ്ങളെ പോകാൻ അനുവദിക്കുമോ, സ്റ്റോപ്പ് ചെയ്യുമോ, എന്താണ് അവർ ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. വേറെന്താണ്? ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷനൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. റെക്കോർഡഡ് റീഡിംഗ് ആയിരിക്കുമേ, ഓൺ കോൾ അല്ല, ഞാനിപ്പോഴേ പറയാണ്. അതുമാത്രമല്ല, പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടായിരിക്കില്ല. നിങ്ങളിപ്പോൾ പേ ചെയ്തു ഇപ്പം തന്നെ ഞാൻ റീഡ് ചെയ്തു എന്നുള്ളതായിരിക്കില്ല കേട്ടോ. സമയം ഞാൻ ഏകദേശം പറയും. നിങ്ങൾക്ക് റീഡിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ മിസ് കോൾ തരുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്ത ഉടനെ ഇപ്പോൾ ചെയ്യുമോ എന്ന് ചോദിക്കരുത്. അപ്പം തന്നെ ചെയ്യില്ല, ആ ദിവസത്തിനകം ഫിനിഷ് ചെയ്യും പക്ഷേ കേട്ടോ. അപ്പം അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. വോയിസ് വളരെ ബെറ്റർ ആയില്ലേ? രാവിലെ ഒരടപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വെയിലൊക്കെ വന്നപ്പോഴേക്കും കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ അന്വേഷിക്കേണ്ട ഒരുപാട് സ്നേഹം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ വ്യക്തി. എൻ്റെ വ്യൂവേഴ്സ് അവരുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാവുക? എൻ്റെ വ്യൂവേഴ്സിൻ്റെ വ്യക്തി, എൻ്റെ വ്യൂവേഴ്സ് അവരുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാവുക? ഏതൊരു കാർഡ് താഴെ പോയിട്ടുണ്ട്, ഞാൻ നോക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ വ്യക്തി അവരുടെ വ്യക്തിയിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിയാക്ട് ചെയ്യുക? അവരെ പോകാൻ അനുവദിക്കുമോ? എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാവുക എന്ന് പറഞ്ഞു തരൂ. ആ കാർഡും കൂടെ ഒന്ന് എടുത്ത് ഒന്നുകൂടെ ഷഫിൾ ചെയ്യട്ടെ കേട്ടോ. കാർഡെല്ലാം 3 കാർഡ് വീണിരുന്നു, അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. നയൻ ഓഫ് സ്വാർഡ്സ്, ഓബിയസ്ലി അല്ലേ? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. 10 ഓഫ് പെൻറ്റക്കിൾസ്, ഡെത്ത്, റീബർത്ത്, 2 ഓഫ് കപ്സ്. ക്ലാരിഫൈ ചെയ്യേണ്ടുന്നത് ഞാൻ ചെയ്യും കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, മൂൺ, ക്വീൻ ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, ശരി. ലവേഴ്സ്, ഗുഡ്. ഏസ് ഓഫ് കപ്സ്, അത് ശരി. 4 ഓഫ് സ്വാർഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ഡെവിൾ, 10 ഓഫ് പെൻറ്റക്കിൾസ് ഒന്ന് ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. പേജ് ഓഫ് കപ്സ്. എന്തായാലും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകും എന്നൊക്കെ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉറക്കം നഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ച് BP കയറി ആകെ പ്രശ്നമായി. എന്ത് ചെയ്യണം എന്നറിയാതെ കരച്ചിലും നിലവിളിയൊക്കെ ആയി, ഉറക്കം തീരെ ഇല്ലാത്തൊരവസ്ഥയാവും. ടെൻഷൻ അടിച്ച ഒരു ലെവലാവും കേട്ടോ. അവർ ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതി മൂവ് ഓൺ ചെയ്യണമെന്നൊക്കെ. രണ്ടാമത്തെ സിനാറിയോയിൽ അവരുടെ കുടുംബത്തിനോട് സംസാരിക്കാം എന്ന് സമ്മതിക്കും. ഓക്കെ, അതായത് എസ്പെഷ്യലി സിംഗിൾസ് ആണ്, അവർ വീട്ടിൽ നിങ്ങളുടെ കാര്യം അറിയിച്ചിട്ടില്ല എന്നൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവർ സംസാരിക്കാം, വീട്ടുകാരോട് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം എന്ന് അവർ പറയും. ഇനി അഥവാ സ്പൗസ് കുട്ടികളുണ്ട്, ഒരു ഡിവോഴ്സിനെ പറ്റി അവർ തീരുമാനിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചിരുന്നില്ല അതിനെ പറ്റിയിട്ട് എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിലും അവർ
ആ ഒരു സംസാരത്തിന് ഇനിഷ്യേഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറയും. വീട്ടിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നുള്ളൊരു പ്രോമിസ് നിങ്ങൾക്ക് തരും എന്നാണ് കാണുന്നത് കേട്ടോ. ഇതിൽ ഞാൻ ആരെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. കാരണം ഇത് വീഡിയോ കാണുന്നതിൽ 2 സൈഡിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. കാർഡ് കാണിക്കുന്നത് എന്താണോ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ആർക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആകുന്നത് അതുപോലെ മാത്രം എടുക്കുക. ഓക്കെ. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നോ അതെല്ലാം തരണം ചെയ്യാം. നമുക്കൊരു സൊല്യൂഷൻ അതിന് കണ്ടുപിടിക്കാം. അതുകൊണ്ട് മൂവ് ഓൺ ചെയ്ത് പോകരുത്, നമുക്കൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ. പോകാൻ അനുവദിക്കില്ല, ഒന്നുകൂടി നിൽക്കൂ, നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ അവർ പറയും. 2 ഓഫ് കപ്സ് വെച്ച് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവർ ഓടിയെത്തും എവിടെയാണെങ്കിലും. കാരണം അവർക്കറിയാം നിങ്ങളുടേത് മ്യൂച്വൽ ലവാണ്. നിങ്ങളെ കണ്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങളുടെ മനസ്സ് മാറുമെന്ന് അവർക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ ഓടിയെത്തി നിങ്ങളെ കാണുമെന്ന് തന്നെയാണ് കാണുന്നത്. അല്ല ദൂരെയാണ്, അവർക്ക് ഓടിയെത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവർ ഉടനെ ഒരു കോൾ, മെസ്സേജ് അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുകയോ നേരിട്ട് ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുകയോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ഉറക്കം നഷ്ടപ്പെടും, ഇമോഷണലി ഭയങ്കര ഡൗൺ ആവും, കരച്ചിലും അങ്ങനെയൊക്കെ ആവും, ഇൻസെക്യൂരിറ്റി ആവും. മറ്റൊരാൾക്ക് വേണ്ടിയാണോ നിങ്ങൾ അവരെ വിട്ടു പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു എന്നും വരും കേട്ടോ. ഇൻസെക്യൂരിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമെന്ന് കാണും. ഓക്കെ. എന്നാൽ അവർ നിങ്ങളെ വിളിച്ചിട്ട് പറയും നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയില്ലേ, നിങ്ങൾക്കറിയില്ലേ. കാരണം നിങ്ങളെയാണ് ടോട്ടലി അവർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. രാവിലെ എണീറ്റാൽ എന്ത് ഉടുപ്പിടണം എന്ന് മുതൽ അടുത്ത ജോലിയിൽ വരെയും പിന്നെ അടുത്തത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ലൈഫിൽ ഫേസ് ചെയ്യുന്നു, എങ്ങനെയാണത് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർ എല്ലാം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തോളും എന്നുള്ള മട്ടിലാണ്, നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തി കൊടുത്തോളും എന്നുള്ള മട്ടാണ്. അപ്പോൾ അവർക്ക് അതില്ലാതെ പറ്റില്ല, ആ ഒരു സപ്പോർട്ട് അവർക്കില്ലാതെ പറ്റില്ല. അപ്പോൾ അതവർ പറയും, നിങ്ങളെ എത്രമാത്രം ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നറിയാവോ, എന്നെ വിട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ള രീതിയിലും അവർ പറയും കേട്ടോ. ദൂരെ ദിക്കിലൊക്കെയാണ്, ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അടുത്ത വണ്ടി പിടിച്ച് നിങ്ങളെ കാണാനായിട്ട് ഓടിയെത്തും കേട്ടോ. കാരണം ക്വിക്ക് ആക്ഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. വന്ന് കണ്ട് സംസാരിച്ച കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുള്ള രീതിയിൽ അടുത്ത വണ്ടി പിടിച്ച് വരുന്നതായിട്ടും കാണുന്നു. വന്ന പാടെ നിങ്ങളെ ചേർത്ത് കെട്ടിപ്പിടിക്കുകയും ചെയ്യും, വിട്ടുപോകാൻ അനുവദിക്കില്ല എന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്യും. കാരണം അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്, നിങ്ങളുടെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അറിയില്ലേ എന്നും പറയും. അങ്ങനെ എന്നെ വിട്ടുപോകാൻ സാധിക്കുമോ എന്ന് ചോദിക്കും. വിട്ടു പോകാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ ചേർത്ത് പിടിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ പറയാം, എത്ര നാളായി ഉറങ്ങിയിട്ടെന്നറിയാവോ, ഇതാലോചിച്ച് ഉള്ള മനസ്സമാധാനം മൊത്തം നഷ്ടമായിരിക്കുകയാണ്, പോകാൻ അനുവദിക്കില്ല എന്ന് തന്നെ പറയും. അതേപോലെ ഒരു ആക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എത്രയും വേഗം എടുക്കാമെന്നൊരു പ്രോമിസും അവർ നിങ്ങൾക്ക് തരും. പിന്നെ പറയും, നിങ്ങൾ തള്ളി പറഞ്ഞു വിട്ടാൽ പോലും അവർക്ക് പോകാൻ സാധിക്കില്ല, അവർ നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾ അവർക്ക് ഒരു ഒബ്സെഷൻ പോലെയാണ്. ആ ചേസിങ് എനർജി അവരൊരിക്കലും നിർത്തില്ല. നീ ലോകത്ത് എവിടെ പോയാലും ഞാൻ പുറകെ വരുമെന്ന് അറിയില്ലേ, ആ രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ. വിട്ട് കളയില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയും. കുറച്ച് കാർഡ്സ് കൂടി തരൂടിക്കാൻ. നിങ്ങളുടേത് ലോങ് ടേം റിലേഷൻഷിപ്പാണ്, അതായത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമൊന്നും അല്ല. അതും അവർ പറയും, എത്ര കാലമായിട്ട് നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നതാണ്, അങ്ങനെ ഒരു നിമിഷം കൊണ്ട് ഇട്ടെറിഞ്ഞു പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നും അവർ പറയും കേട്ടോ. എന്തുമാത്രം മിസ് ചെയ്തു ഈ പറഞ്ഞ സമയം കൊണ്ട് എന്നറിയാമോ, ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് എന്നുള്ള രീതിയിലും പറയും കേട്ടോ. മനസ്സ് ഇങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത് എന്നുള്ള രീതിയിലും അവർ പറയും. ചിലർ ആദ്യമേ നിങ്ങളെ കാണാൻ വരുന്നതിന് മുന്നേ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും വരുന്നത്. കാരണം നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് നല്ല ബുദ്ധി തരണമെന്ന്, അതായത് മൂവ് ഓൺ ചെയ്യാൻ തോന്നിപ്പിക്കരുതേ എന്നുള്ള രീതിയിൽ ഭഗവാനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. ചിലർ ഒരു കമ്മിറ്റ്മെൻറ്റിന് തയ്യാറായിട്ട് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. എന്തായാലും ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ നമുക്ക്
അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കാല് വയ്ക്കാം, ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു വിവാഹ ജീവിതം തുടങ്ങാമെന്നുള്ള രീതിയിലും അവർ നിങ്ങളുടെ അടുത്ത് പറയും. എന്തായാലും ഒരു ഫേം കമ്മിറ്റ്മെൻറ്റ്, ആ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നവർ അനൗൺസ് ചെയ്യും. അവരുടെ ലൈഫിൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളില്ല ഇല്ലെങ്കിൽ അതൊരു കുറവ് തന്നെയാണ്, അത് അവർക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ. മറ്റ് ചിലർ തേർഡ് പാർട്ടി സിറ്റുവേഷനെ പറ്റി നിങ്ങളെ ഓർമ്മിപ്പിക്കും. കാരണം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും, അവർ ഓൾറെഡി പറഞ്ഞു കാണും അവരുടെ ലൈഫിൽ തേർഡ് പേഴ്സൺ ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ആ റിലേഷനിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടാവുക. അത് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഓൾറെഡി പറഞ്ഞിരുന്നതല്ലേ, അവിടെയും കമ്മിറ്റഡ് ആണ്, അവിടെ നിന്ന് വിട്ട് വരാൻ പറ്റില്ല. അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് എസ്പെഷ്യലി സ്പൗസിനെയാണ് കാണുന്നത്. ഓക്കെ, അവർ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കാണാം, ആ റെസ്പോൺസിബിലിറ്റി ആണ് അതവിടെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ സാധിക്കില്ല എന്ന് പലരോടും നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞു കാണും. അപ്പോൾ അത് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നതല്ലേ, ഇങ്ങനെ ഇതാണ് നമ്മുടെ ടേംസിൽ, ഈ ഒരു ടേംസിലേ റിലേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നതല്ലേ എന്ന് അവർ പറയും കേട്ടോ. ഓർമ്മിപ്പിക്കാനും സാധ്യതയുണ്ട്. കേസ് ബൈ കേസ് എടുത്തോളൂ, അവരവരുടെ സിറ്റുവേഷൻ അവരവർക്ക് അറിയായിരിക്കും. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ തറപ്പിച്ച് പറയും. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് തരം എഫേർട്ട് ഇടാനും അവർ തയ്യാറാണ് എന്നുള്ള രീതിയിലും അവർ പറയും കേട്ടോ. നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജ്യൻ, സ്റ്റാറ്റസ്, അവരിയ്ക്കുന്ന പദവി, അതെല്ലാം ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ആ കാര്യങ്ങളെല്ലാം അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നറിയില്ലേ, അപ്പോൾ സമയമെടുത്ത് മാത്രമേ ഇതെല്ലാം സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി സമയം കൊടുക്കണം എന്നുള്ള രീതിയിൽ അവർ പറയാനും സാധ്യതയുണ്ട്. ഓക്കെ, എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് കോൾ, മെസ്സേജ്, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അവരുടെ ഭാഗത്തു നിന്ന് ഉറപ്പായിട്ട് കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. അവർ ചുമ്മാ ഒന്നും ഒരു ആക്ഷനും എടുക്കാതെ മിണ്ടാതിരിക്കൊന്നുമില്ല. എന്ത് തന്നെ ആയാലും അവർ നിങ്ങളെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങൾ ഒരു ബാലൻസിൽ എത്തിക്കാൻ ശ്രമിക്കും എന്നും കാണുന്നു. ഒന്ന് മനസ്സമാധാനമായിട്ടിരിക്കൂ, നമുക്ക് സംസാരിച്ച കാര്യങ്ങൾ തീരുമാനിക്കാം, രണ്ടൊരു ബാലൻസിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിലും അവർ പറയും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. എൻ്റെ പേഴ്സൺ ആകെ തകർന്നു പോകും. നിങ്ങൾ മൂവിങ് ഓൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. ഒരു ഭയങ്കരമായ ഹാർട്ട് ബ്രേക്കിൽ കൂടെ ആയിരിക്കും അവർ കടന്നു പോവുക കേട്ടോ. അപ്പോൾ ഒരു മൂവിങ് ഓൺ എന്നൊക്കെ പറയുന്നത് ഒന്ന് ആലോചിച്ചിട്ട് വേണം. നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ നല്ലോണം സംസാരിച്ച് നോക്കിയതിന് ശേഷം യാതൊരു ആക്ഷനും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ മാത്രം നമ്മൾ മൂവിങ് ഓണിനെ പറ്റി ആലോചിച്ചാൽ മതി. ഓക്കെ, എന്ത് തന്നെയായാലും കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തിയിട്ട് വേണം റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓൾ ഓഫ് എ സഡൻ അങ്ങൊരു എടുത്തടിച്ച പോലെ ഒരു മൂവിങ് ഓൺ എന്നൊന്നും പറഞ്ഞാൽ ഒരു ഗ്രാജുവലി പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം അറിയിക്കുക കേട്ടോ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഓക്കെ, വേറെന്താണ് ഇന്ന് നോക്കേണ്ട? കുറച്ച് മെസ്സേജസ് എടുത്ത് തന്നാലോ? മെസ്സേജസ്, ഹാൻഡ് റിട്ടൺ മെസ്സേജസ് നോക്കിയിട്ട് കുറച്ച് നാളായി ഞാൻ മെസ്സേജസും കൂടെ എടുത്ത് തരാം. ഹാൻഡ് റിട്ടൺ മെസ്സേജസ് എടുക്കണം കേട്ടോ. ഞാൻ ആ ബാഗിലിട്ട് തന്നെ അങ്ങ് ഷഫിൾ ചെയ്തു, കുറച്ച് എടുത്തിട്ട് വായിച്ചു. പോരെ, കമ്മിറ്റ്മെൻറ്റ്. വാവ്, പലർക്കും കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ അവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്. ഐ ആം വാച്ചിങ് യു ഫ്രം എഫാർ. ദൂരെ നിന്നും അവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഓൺലൈൻ സ്റ്റോക്കിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഐ റെസ്പെക്റ്റ് യു ഇമ്മൻസ്ലി. നിങ്ങളെ പ്രതി അവർക്ക് റെസ്പെക്റ്റും ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. ന്യൂ ലവ്, പലർക്കും ഒരു പുതിയ പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നു. യാ സോ പെർഫെക്റ്റ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും പെർഫെക്റ്റായ വ്യക്തിയാണെന്ന് പറയുന്നു. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ. നിങ്ങൾ അവരെക്കാൾ മികച്ചൊരു വ്യക്തിയെ മികച്ചൊരു വ്യക്തി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. സ്റ്റാമറിങ് ആവുന്നു. ആരുടെ എനർജിയാണ് കണക്റ്റ് ആയിരിക്കുന്നതെന്നറിയില്ല. നമ്പർ 7, 16, 25 നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് നമ്പർ ആയിരിക്കും അത്. ഐ ആം ജെല്ലസ്. അവർക്ക് ജെല്ലസ് ഫീൽ ചെയ്യുന്നു, കുശുമ്പ് തോന്നുന്നു എന്ന് പറയുക.
ഐ ആം ലോയൽ ടു യു, ട്രസ്റ്റ് മീ. അവർ നിങ്ങൾക്ക് വിശ്വസ്തരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അവരെ വിശ്വസിക്കൂ എന്ന് പറയുകയാണ് കേട്ടോ. ഐ ആം നെവർ ഗിവിങ് അപ്പ് ഓൺ യു, നിങ്ങളെ അവരൊരിക്കലും വിട്ടുകളയില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്, നിങ്ങളെ അവരൊരിക്കലും മറക്കില്ല എന്ന് പറയുകയാണ്. ലവ് യുവർ സ്മൈൽ, കീപ് സ്മൈലിങ്, നിങ്ങളുടെ ചിരി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും ചിരിക്കും എന്ന് പറയുകയാണ്. നമ്പേഴ്സ് 5, 14, 23. സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി, ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർ അവിടെ സ്റ്റക്കാണെന്ന് പറയുകയാണ് കേട്ടോ. ഐ ജസ്റ്റ് കാൺട്ട് ലവ് എനി വൺ എനി മോർ, നിങ്ങളല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ അവർക്കിനി സാധിക്കില്ല എന്ന് പറയുകയാണേ. ഡു യു ലവ് മീ, നിങ്ങൾക്കും അതേപോലെ അവരോട് സ്നേഹമുണ്ടോ? 2 souls 1 heart with you, I choose love every single day, നിങ്ങളുടെ ഒപ്പം അവർക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. നമ്പേഴ്സ് 2, 11. ഐ എം ഹെൽപ്ലെസ്, ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസിൽ സ്റ്റക്കാണെന്ന് പറയുകയാണ് കേട്ടോ. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ അടുത്ത് മൂവ് ഓൺ ചെയ്യാൻ പറയുകയാണ്. എന്നിട്ടാണ് അപ്പോഴേ മൂവ് ഓൺ ചെയ്ത് പോകാൻ നിങ്ങൾ ശ്രമിച്ചാൽ എന്തായിരിക്കും അവർ കാണിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. യു ആർ സോ മിസ്റ്റീരിയസ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അവർക്ക് പിടികിട്ടുന്നില്ല. അക്വേറിയസ്, കുംഭരാശി. യു ആർ മൈ സ്റ്റാർ, നിങ്ങൾ അവരുടെ ലൈഫിലെ സ്റ്റാറാണ്, താരമാണ് എന്ന് പറയുകയാണ്. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു, നിങ്ങളെ ഒരിക്കലും വിട്ടുകളയില്ല. വോയിസ് ഹാസ് മാജിക് ഇൻ ഇറ്റ്, ഐ ലവ് ടു ഹിയർ യു, നിങ്ങളുടെ ശബ്ദം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അവർ. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു അപ്രോച്ച് യു, ശരിയായ സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു. 222 റീയൂണിയൻ. യു ഹാവ് ചേഞ്ച്, നിങ്ങളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ അവർക്ക് ഫീൽ ചെയ്യുന്നു. വിർഗോ, കന്നിരാശി. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഐ ഫെൽറ്റ് ലൈക്ക് വി ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ, കഴിഞ്ഞ ജന്മത്തിൽ മുതൽ തന്നെ നിങ്ങൾക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് അവർക്ക് തോന്നാറുണ്ടെന്ന്. യു ആർ മൈ ലക്കി ചാം, നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ ഭാഗ്യദേവത എന്ന് പറയുകയാണ്. സ്കോർപിയോ, വൃശ്ചിക രാശി. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ, അവരെ വിട്ടുകളയില്ലെന്നും പറയുകയാണ് കേട്ടോ. അവർ ഹാർട്ട്സ് മിറർ ഈച്ച് അതർ, നിങ്ങളുടെ ഹൃദയങ്ങൾ പരസ്പരം മിറർ ചെയ്യുന്നു എന്ന് പറയുന്നു. നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണും അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ്, നിങ്ങൾ അവരുടെ ജീവിതത്തിലുള്ളത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണെന്ന് അവർ പറയുകയാണ്. ഡ്രീമിങ് ഓഫ് യു, അവരുടെ സ്വപ്നങ്ങളിൽ പോലും നിങ്ങളാണ്. ഗുഡ് ന്യൂസ് ഈസ് കമ്മിങ്, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ, നല്ല വർത്തമാനങ്ങൾ വരുന്നുണ്ട്. ഐ വോണ്ട് ടു ഹഗ് യു ടൈറ്റ്, നിങ്ങളെ ഇറുകെ കെട്ടിപ്പിടിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ടെൽ മീ യു ആർ മൈൻ, നിങ്ങൾ അവരുടെ മാത്രമാണെന്ന് പറയൂ എന്നാണ് പറയുന്നത്. റീയൂണിയൻ, ഒരുപാട് പേർക്ക് റീയൂണിയൻ വരുന്നുണ്ട് കേട്ടോ. നമ്പേഴ്സ് 3, 21, 12, 30. മൈ നൈറ്റ്സ് ആർ റെസ്റ്റ്ലെസ് വിത്ത് വറി, ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. മാരി മീ, പ്രപ്പോസൽ, വിവാഹം ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഐ എം സോറി ഐ ഹേർട്ട് യു, നിങ്ങളെ വേദനിപ്പിച്ചതിന് സോറി പറയുകയാണ് കേട്ടോ. ഫോളിങ് ഫോർ യു, ഇതൊരു ന്യൂ പ്രപ്പോസൽ, ന്യൂ ലവ് ആണ്. ഐ എം ബോതേഡ് അബൌട്ട് മൈ സോഷ്യൽ ഇമേജ്, ഞാൻ പറഞ്ഞില്ലേ അവർക്ക് സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ടും ബോധറേഷൻ ഉണ്ട്. നത്തിങ് റിയലി മേക്ക് സെൻസ് വിത്തൗട്ട് യു, നിങ്ങൾ കൂടെ ഇല്ലാതെ യാതൊന്നിലും ഒരർത്ഥവും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ. ഐ കെയർ അബൌട്ട് യു, നിങ്ങളെപ്പറ്റി അവർ കെയർ ചെയ്യുന്നുണ്ട് എന്നും അവർ പറയുകയാണ്. നിങ്ങളെപ്പറ്റി ബോധയുടെ അല്ലാതെ അല്ല അവരിയ്ക്കുന്നത്, നിങ്ങളെപ്പറ്റി ഒട്ടും ബോധറേഷൻ ഇല്ലാതെ അല്ല അവരിയ്ക്കുന്നതെന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്താലേ നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വേറെന്താണ്, പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. May God bless you all. Bye.